ഹായ് ഓൾ, ആൻഡ് ജോസഫ്. ഒരിക്കൽ കൂടി സി സി ഇൻവെസ്റ്റ്മെന്റ്സിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ട് ഞാൻ മ്യൂച്വൽ ഫണ്ട് വിൽക്കുന്നു എന്നുള്ള സബ്ജക്റ്റിനെ കുറിച്ചാണ്. ഞാനൊരു ആംഫി രജിസ്റ്റേർഡ് ഡിസ്ട്രിബ്യൂട്ടർ ആണ്. ലാസ്റ്റ് ഒരു 7 വർഷമായിട്ട് ഞാൻ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ സജീവമാണ്. ഇതിന് ഞാൻ കൺസിഡർ ചെയ്യുന്ന ഒത്തിരി പോയിന്റ്സ് ഉണ്ട്. ആദ്യമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന പോയിന്റ്സ് വെച്ചാൽ ആളുകൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റർക്ക് അവരുടെ പണം സെക്യൂർഡ് സുരക്ഷിതമായിട്ട് വളരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം സേവിങ് മാത്രം മതിയാകുന്നില്ല, ഇൻഫ്ലേഷനെ തോൽപ്പിക്കുന്ന രീതിയിലുള്ള ഇൻവെസ്റ്റ്മെന്റ് വേണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് ഇത് സാധാരണ ആർക്ക് വേണമെങ്കിലും ഇത് ഇൻവെസ്റ്റ് ചെയ്യാം. ഇതൊരു സമ്പന്നർക്ക് മാത്രമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് അല്ല എന്നുള്ളതാണ്. ഒരു ലോവർ ക്ലാസ്, മിഡിൽ ക്ലാസ്, അല്ലെങ്കിൽ ഒരു NREs, അല്ലെങ്കിൽ ഒരു ബിസിനസ് ഓണേഴ്സിന് ആർക്ക് വേണമെങ്കിലും ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ സാധിക്കും എന്നുള്ളതാണ്. മൂന്നാമത്തെ പോയിന്റ്സ്, ചെറിയ തുക പോലും വലിയൊരു എമൗണ്ട് ആയിട്ട് വളരുന്നത് ഞാൻ കണ്ടിട്ടുണ്ടെന്നുള്ളത്. കാര്യം ഒരു 500 SIP മുതൽ നമ്മൾ ഡിസിപ്ലിൻ ഓർത്ത് അത് ടൈം കൊടുക്കുവാണെങ്കിൽ നല്ലൊരു വെൽത്ത് ക്രിയേഷൻ ചെയ്യാൻ സാധിക്കുന്നു. ഇതൊരിക്കലും ഒരു തിയറി അല്ല, ഇത് പ്രാക്ടിക്കൽ ട്രൂത്ത് ആണ്. നാലാമത് ഞാൻ കൺസിഡർ ചെയ്തത് മാർക്കറ്റ് ടൈമിംഗ് അല്ലല്ല പ്രാധാന്യം, ടൈം ഇൻ മാർക്കറ്റ് ആണ് പ്രാധാന്യം എന്നുള്ളതാണ്. നമുക്ക് ഡെയിലി മാർക്കറ്റ് നോക്കേണ്ടത് ഒരു ആവശ്യമില്ല. SIP പീരിയോഡിക്കലായിട്ട് അല്ലെങ്കിൽ റെഗുലർ ആയിട്ട് മാർക്കറ്റ് വെൽത്ത് ക്രിയേഷൻ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. അഞ്ചാമത്തെ പോയിന്റ്സ് വെച്ചാല് ഇത് ക്ലിയർ ആൻഡ് ട്രാൻസ്പെറന്റ് ആണെന്നാണ്. കാരണം മാർക്കറ്റ് റെഗുലേറ്റ് ചെയ്യുന്നത് സെബിയാണ്, ക്ലിയർ NAV ആണ്, ക്ലിയർ പോർട്ട്ഫോളിയോ ആണ്. ഇത് നമുക്ക് ഏതൊരു ഇൻവെസ്റ്റർക്കും അനുയോജ്യവുമാണ്. ആറാമത്തെ പോയിന്റ്, ഗോൾ ബേസ്ഡ് പ്ലാനിങ് ഈസി ആക്കുന്നു എന്നുള്ളതാണ്. ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചിടത്തോളം അവൻ ആ ഇൻവെസ്റ്ററിന് ഏത് തരത്തിലുള്ള ഗോൾ ആണെങ്കിലും അതിന് അനുയോജ്യമായിട്ടുള്ള ഫണ്ടുകൾ ഇന്ന് ലഭ്യമാണെന്നുള്ളതാണ്. ആണ് കുട്ടികൾ എഡ്യൂക്കേഷൻ ആകാം, അല്ലെങ്കിൽ അവരുടെ മാരേജ് ആകാം, റിട്ടയർമെന്റ് ആകാം, അല്ലെങ്കിൽ വെഹിക്കിൾ മേടിക്കുന്നതാകാം, അവർ ഏത് തരത്തിലുള്ള ഡ്രീംസിന് വേണമെങ്കിലും അത് അനുയോജ്യമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. ഏഴാമത്തെ പോയിന്റ്, ക്ലയന്റ് റിലേഷൻഷിപ്പ് എന്നാണ്. എനിക്ക് കമ്മീഷൻ മാത്രമല്ല പ്രാധാന്യം, അത് ഓരോ ക്ലയന്റ്, ഓരോ ഇൻവെസ്റ്ററിന്റെയും വെൽത്ത് ക്രിയേഷൻ ആണ് പ്രാധാന്യം എന്നുള്ളത്, അല്ലെങ്കിൽ ഫ്യൂച്ചർ. കാരണം നമുക്കറിയാം ഒരു സേവിങ് എന്നുള്ളത് ഒരു മണി പ്രൊട്ടക്ട് ചെയ്യുന്നു എന്നാണ്. പക്ഷെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ട്രാൻസ്ഫോം ദ ലൈഫ് ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരം ഫ്യൂച്ചർ പോയിന്റ്സ് ഞാൻ കൺസിഡർ ചെയ്യുമ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് മ്യൂച്വൽ ഫണ്ട് ഗുഡ് ആണെന്ന് എന്റെ കസ്റ്റമറിനോടും എനിക്കും എന്നോട് തന്നെ പറയാൻ സാധിക്കും. അതുപോലെ ഞാൻ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രിയിൽ സജീവമായി വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ ഒരു ഗോൾ ബേസ്ഡ് പ്ലാനിങ്ങോ അല്ലെങ്കിൽ അതിന് SIP സ്റ്റാർട്ട് ചെയ്യുന്നതാണ്, എന്തിനു വേണമെങ്കിലും മെസ്സേജ് അയക്കുക. ഞാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റ് ഇൻവെസ്റ്റേഴ്സ് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഞങ്ങൾ ഫേസ്ബുക്ക് പേജും ഫോളോ ചെയ്യുക.